ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. അമ്മൂസ് പൊടിക്കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പുതിയ മെത്തേഡിൽ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കാറുള്ള സേവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ തിന്നും ക്രിസ്പിയുമാണ്. ഇത് വളരെ എളുപ്പം, കുറച്ച് ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ. ഇതിനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നല്ലതുപോലെ അരിച്ചെടുത്ത 2 കപ്പ് കടലമാവ്. 2 കപ്പ് കടലമാവിന് 1/2 കപ്പ് ഓയിൽ. അത് റിഫൈൻഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. 3/4 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് എടുത്തു വച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കണം. 3/4 കപ്പ് വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് നല്ലതുപോലെ അടിച്ചെടുക്കണം. ഈ എണ്ണയും വെള്ളവും കൂടെ ചേർന്ന് വൈറ്റ് കളർ ആവുന്നിടം വരെ നമുക്ക് അടിച്ചെടുക്കണം. ഞാനിത് അടിച്ചു കൊണ്ടുവരാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, നല്ല വൈറ്റ് കളറായിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമുക്ക് അടിച്ചെടുക്കാൻ. ഇനി ഇതിന് ഈ എണ്ണയും വെള്ളത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കണം. എത്രയും നല്ലതുപോലെ അടിക്കുന്നോ അത്രയും നല്ല സ്മൂത്തായിട്ടുള്ള സേവ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാനൊരു 2-3 മിനിറ്റ് അടിച്ച് നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമാതിരി ഒരു സേവനാഴി എടുക്കുക. ഏത് തരത്തിലുള്ള സേവനാഴി ആയാലും മതി. എൻ്റെ കയ്യിലിപ്പോൾ ഇതാണുള്ളത്. ഇതിനകത്ത് ഇതുമാതിരി ഏറ്റവും ചെറിയ അച്ചിടുക. ഇതിനകത്ത് ഏറ്റവും ചെറുതാണ് നമുക്ക് വേണ്ടുന്നത്. ഇനി ഇതിലെല്ലാം നല്ലതുപോലെ ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കണം. ഇതിലോട്ട് നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം നിറച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ മിക്സറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ വെച്ച് അടച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ആവുന്ന ഉടനെ ഇതിൻ്റെ മുകളിലോട്ട് ഈ ഭാഗത്തോട്ട് ഈ പേസ്റ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാം. അതങ്ങനെ ഉണ്ടാവാതിരിക്കാനെ കൊണ്ട് ഞാൻ ഇതുമാതിരി ഒരു പ്ലാസ്റ്റിക് റൗണ്ടിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ അരിപ്പയുടെ അളവിനാണ് ഞാനിത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ശേഷമായിരിക്കും ഇത് ഞാൻ വെച്ച് അടയ്ക്കുന്നത്. അന്നേരം ഇതിൻ്റെ മുകളിലോട്ട് ഈ പേസ്റ്റ് ഒന്നും കയറാതെ നമുക്ക് കിട്ടും. ഇപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞതിന് ശേഷം കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ശകലം തണുത്തതിന് ശേഷം വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നല്ല കളറിൽ നല്ല പരുവത്തിനായിട്ടുണ്ട്. ഇതിനെ നമുക്ക് കോരിയെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ ബാക്കി വന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് വളരെ തിന്നും സോഫ്റ്റുമാണ്. സേവ് പലതരത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ ഉണ്ടാക്കിയാൽ സോഫ്റ്റ് ആയതുകൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നത് പോലെയാണ്. ഈ സേവ് ഉപയോഗിച്ച് മിക്സർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അതുകൊണ്ട് എൻ്റെ അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ മറക്കരുതേ. ഈ സേവ് ഇങ്ങനെ തന്നെയും നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഒരു വട്ടം സേവ് ഉണ്ടാക്കിയാൽ ഇനി ഒരിക്കലും നിങ്ങൾ കടയിൽ നിന്നും മേടിക്കുന്ന സേവ് കഴിക്കാൻ മടിക്കും. ഇത് കുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ.
കൂട്ടത്തിൽ ആ ബെല്ലൈക്കോണും കൂടി ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യണേ. താങ്ക്